8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതി പേപ്പർ. അതിൽ നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച്, അതായത് 8 ഇഞ്ചിൻ്റെ ഹാഫായിട്ട് ഒരു പേപ്പർ, 1/2 ഇഞ്ച് വീതി, നീളം നോക്കണ്ട, 1/2 ഇഞ്ച് വീതിക്ക് ഒരു പേപ്പറും കട്ട് ചെയ്യാം. 8 ഇഞ്ചിൻ്റെ ഹാഫ് 4 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് അങ്ങനെ അതിൻ്റെ സെൻറ്റർ പോർഷന് കറക്റ്റ് ചെയ്യാം. നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് 2 സൈഡും വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ലെറ്റർ എഴുതണം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ റേഞ്ചും ഈ ഭാഗവും കറക്റ്റ് ആവുന്ന ലെവൽ എടുക്കുക, എന്നിട്ട് വരയ്ക്കുക. ഏകദേശം ഒരു സെൻറ്ററായിട്ട് ആയി വരുന്ന പോർഷനിൽ വരയ്ക്കുക. ഇതിൽ എന്നോട് ബി എഴുതണം എങ്ങനെയെന്ന് ചോദിച്ചിരുന്നു, അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി നമ്മുടെ 1/2 ഇഞ്ചാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ അളവ് കാണിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പോർഷന് വരയ്ക്കുന്നത്. അല്ലേ നോക്കണം കേട്ടോ. അങ്ങനെ എല്ലായിടത്തും 1/2 ഇഞ്ച് കറക്റ്റ് ആക്കുക. അപ്പോൾ അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ മായ്ച്ച് കളയുക, അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടത്, നമ്മൾ നല്ല ഒരു കട്ടിയുള്ള ഇരുമ്പിൻ്റെ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ആ പോർഷനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. നമ്മൾ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത അളവിൽ കട്ട് ചെയ്ത് പോവാം. ബീൻ്റെ അവിടെ ഒരു ചെറിയൊരു കുഴിപ്പ് ഭാഗമുണ്ട്, അതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കുക. എല്ലാ വശവും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് കിട്ടും. ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ 2 ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യണം. ഈ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കവർ ചെയ്യണം. അതിൻ്റെ നടുക്കുള്ള സെൻറ്ററിലെ ബി ഇങ്ങനെയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കവർ ചെയ്ത് ഒട്ടിക്കേണ്ട 2 തുല്യമായിട്ടുള്ള ഏകദേശം തുല്യമായിട്ടുള്ള 2 ഭാഗങ്ങളും കിട്ടും.
ഇനി നമ്മളിത് കവർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ വരഞ്ഞ ഭാഗമല്ലേ അത് നേരെ ഓപ്പോസിറ്റ് വെക്കാം. എന്നിട്ട് നമ്മൾ 8 ഇഞ്ചിനേക്കായി എക്സ്ട്രാ എടുത്തിട്ടാണ് പേപ്പർ എടുക്കുന്നത്. കവറിങ് പേപ്പർ എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 ഭാഗത്തെ ഷേപ്പുകളും നമ്മളൊന്ന് കോണാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഭാഗം നിന്ന് ഇങ്ങോട്ടും ഈ ഭാഗം നിന്ന് ഇങ്ങണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തായി ഇതിങ്ങൾ ഒഴിവാക്കി. ഇനി ഈ ഭാഗത്തുനിന്ന് ഇങ്ങണ്ട്, ഈ ഭാഗത്തുനിന്ന് ഇങ്ങണ്ട്. കറക്റ്റ് എടുക്കണം കേട്ടോ. ഈ ഭാഗം നിന്ന് ഇങ്ങണ്ട്, ഈ ഭാഗം നിന്ന് ഇങ്ങണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം. നമുക്ക് ഒട്ടിക്കാൻ സിമ്പിളാവും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഒട്ടിക്കാം. ഓക്കെ, എടുക്കുക. ഇനി നമ്മൾ ഓരോ ഭാഗങ്ങളിലും പശ തേക്കുക. അധികം നമ്മൾ ഉപയോഗിക്കുമ്പോഴേ ഒന്നില്ലെങ്കിൽ ക്യാമലിന് അല്ലെങ്കിൽ ഫെവിക്കോളില്ലേ, അതിൽ SH ഉപയോഗിക്കട്ടോ. അതാകുമ്പോൾ പേപ്പറിൽ പെട്ടെന്ന് ഒട്ടാം. എന്നിട്ട് നമ്മൾ ഈ ഭാഗം കവർ ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ ഈ ഭാഗം ജസ്റ്റ് ഈ ഭാഗം കവർ ചെയ്യുക. ഈ ഭാഗം കവർ ചെയ്യുക. ഈ ഭാഗം കവർ ചെയ്യാം. നമുക്ക് കറക്റ്റ് മൂല ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, കട്ട് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ അങ്ങനെ കട്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഒരു 1/4 ഇഞ്ച് മതി കേട്ടോ. ഇത് നമുക്ക് മടക്കുമ്പോഴേ ഭയങ്കര പണിയാവും. 1/4 ഇഞ്ചാകുമ്പോൾ വല്ല പണി. ഇവിടെ ഈ ഷാർപ്പൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിങ്ങനെ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഈ മൂലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മൂലകൾ ഇങ്ങനെ, അതായത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒറ്റത് മതി. ഇങ്ങനെ മൂലകൾ രണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ടാക്കിയ ഭാഗം ഈ മൂലകൾ കട്ട് ചെയ്ത കാരണം നമുക്ക് സിമ്പിളായിട്ട് വേഗം പശ വെച്ചിട്ട് ഒട്ടിക്കാം. ബാക്കി നമ്മളിങ്ങനെ ചെറിയ ചെറിയ കൂനാക്കി കട്ട് ചെയ്തതും നമ്മൾ ഒട്ടിക്കാം. പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു പോവാം. ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ബി കിട്ടും. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഉള്ളിലുള്ള 2 ഭാഗങ്ങളും കൂടെ കവർ ചെയ്യുക. ഇത് കവർ ചെയ്യുക സിമ്പിളാണ്. കവർ ചെയ്തിട്ട് ഈ ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ആദ്യം വെട്ടി വെച്ച 1/4 ഭാഗമുണ്ട്, 1/4 ഇഞ്ചിൻ്റെ ഒരു ഇതുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കുക. 1/4 ഇഞ്ചല്ലേ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് 1/4 ഇഞ്ചല്ലേ, 1/4 ഇഞ്ചിനെ നിങ്ങൾ നോക്കുക. ഓക്കെ.